ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നിർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ചന്ദ്രമതി ഫുഡ് പോയ്സണായിട്ട് അത്യാസന്ന നിലയിലാണല്ലോ കിടക്കുന്നത്. അത്യാസന്ന നില എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ചന്ദ്രമതി അത്യാസന്ന നിലയിൽ കിടക്കുന്ന സമയത്താണ് സച്ചി എല്ലാവരും അടുത്തുണ്ട്. ഡോക്ടറെ കൊണ്ടുവന്ന് സച്ചി ഡോക്ടറെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ മാറും, അല്ലേ മാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചർച്ചയാണ്, ഇതിപ്പോൾ ഇങ്ങനെ വന്നേ, ഇതിപ്പോൾ നമ്മളൊക്കെ എല്ലാ ഫുഡെല്ലാം കഴിച്ചാൽ അമ്മ എന്താ വേറെ എന്തെങ്കിലും കഴിച്ച് വയ്ക്കുമ്പോൾ ഇല്ല അമ്മ എന്താ കഴിച്ച് വയ്ക്കുമ്പോൾ ഞാൻ ഇഡ്ഡലി സാമ്പാറെന്ന് പറയണം. ഇഡ്ഡലി സാമ്പാർ തന്നെയാണല്ലോ നമ്മളൊക്കെ കഴിച്ചാൽ നമുക്കൊന്നൊരു കുഴപ്പമില്ല. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത കുഴപ്പം എങ്ങനെ ചന്ദ്ര നിനക്ക് വരണത്, എനിക്ക് എന്താ പറ്റി, നീ വേറെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിച്ച് വെച്ചപ്പോൾ ഇല്ല, ഞാൻ ആകെ പേടിച്ച് പോയി, ഞാൻ മരിച്ചു പോകുന്ന തന്നെ ഞാൻ വിചാരിച്ച് രവിയേട്ടാന്ന് പറഞ്ഞ് ചന്ദ്രമതി കരയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അമ്മ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചില്ല, അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് അമ്മയ്ക്ക് പറ്റിയേക്കണം, അപ്പം നമ്മളൊക്കെ കഴിച്ചതല്ലേ, പിന്നെ എന്താ അമ്മയ്ക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കാൻ ചോദിക്കണം ശ്രുതി. അതങ്ങനെ അവർ ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പോയ സമയത്താണ് രേവതിയുടെ വണ്ടി കൊണ്ട് രേവതി വരുന്നത്. അപ്പോൾ സച്ചി അവിടെ മുറ്റത്ത് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ സച്ചിയോട് ചോദിക്കുകയാണ് രേവതി, സച്ചിയേട്ടാ അത് ആരാ വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഡോക്ടർ വന്നതാണ് പറയണം. അപ്പോൾ രേവതി, ഡോക്ടറോ എന്താ വെച്ചാൽ അമ്മയ്ക്ക് വയ്യ പറഞ്ഞു. അമ്മയ്ക്ക് എന്താ പറ്റി ചോദിക്കുകയാണ്. അമ്മയ്ക്ക് വയ്യാതെ പെട്ടെന്ന് വയ്യാതെയായി, വയറിളക്കായി അമ്മ. അപ്പോൾ ഡോക്ടറെ കൊണ്ടുവന്ന ഫുഡ് പോയ്സൺ ആണെന്ന് ഡോക്ടർ പറയുമ്പോൾ രേവതി ഈശ്വര പറഞ്ഞിട്ട് ഓടി അകത്തേക്ക് പോവാണ്. അധികം അമ്മ എന്താ അമ്മയെ പറ്റി, എന്താ അച്ഛാ അമ്മയ്ക്ക് പറ്റി ചോദിക്കുമ്പോൾ മോളെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയണം അയ്യോ. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുക, നീ എന്നെ കൊല്ലം എന്താടി നീ കലക്കി തന്നെ ചോദിക്കുക. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, രേവതി ആൻറ്റി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിച്ചായിരുന്നു ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, അമ്മ ഒരു ജ്യൂസ് കുടിച്ചായിരുന്നു പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, ഞാൻ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചായിരുന്നു എന്ന് ഓർത്തിട്ട് പറയാണ്. അത് പറഞ്ഞ സമയത്ത് ചന്ദ്രമതി പറയണ ശരിയാണ്, ഞാനൊരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും എനിക്കത് ഓർമ്മ വന്ന് പറയണേ, പൈനാപ്പിൾ ജ്യൂസ് അല്ലേ കുടിച്ചത്. അപ്പോൾ സച്ചി പറയണ പൈനാപ്പിൾ അച്ഛൻ മേടിച്ചു കൊടുന്നല്ലേ, അതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയണം, ഞാൻ പൈനാപ്പിളൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയാണ് രവീന്ദ്രൻ. അങ്ങനെ അപ്പോൾ സച്ചി ഇങ്ങനെ രേവതി മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ രേവതി പറയണ അതല്ല അച്ഛ, അത് ഒരു കാര്യമുണ്ട്, ഞാനൊരു മരുന്ന് ചേർത്തായിരുന്നു എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി, നീ എന്നെ കൊല്ലം മരുന്ന് ചേർത്തതല്ലടി, നിൻ്റെ ആഗ്രഹം ഞാൻ മരിക്കണം എന്നായിരുന്നു അല്ലേ ചോദിച്ചിട്ട് രേവതിയെ കുറ്റപ്പെടുത്തണം. ഞാനതല്ല അച്ഛ ഉണ്ടായത്, ഞാൻ സച്ചിയേട്ടനെ കുടി നിർത്താൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് ചേർത്തായിരുന്നു അതിൽ, അത് അമ്മ എടുത്ത് കുടിക്കുകയാണ് ചെയ്ത് പറയാണ്. അപ്പോൾ ചന്ദ്രമതി, നീ അപ്പം എന്നെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം കരുതി കൂടി ചെയ്തല്ലേ, നീ എന്തുകൊണ്ട് അതിൽ മരുന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞില്ല, കുടിക്കേണ്ടെന്ന് നിനക്ക് എന്നോട് പറയുന്നില്ല, അപ്പം നീ ഞാൻ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ഇത് കേൾക്കുമ്പോൾ ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറയണ രേവതിയെ കുറ്റപ്പെടുത്തണ്ട, രേവതിയുടെ ഭാഗത്താണ് ശരി, കാരണം ഭർത്താവ് നന്നാവണമെന്ന് ആഗ്രഹമുള്ള ഏതൊരു ഭാര്യയും ചെയ്യാൻ തന്നെ രേവതിയും ചെയ്തുള്ളൂ. അവൻ കുടിച്ചു, അവർക്ക് നാണക്കേടായി, നമുക്ക് എല്ലാവർക്കും നാണക്കേടായി. അപ്പോൾ നാണക്കേട് മാറ്റി അവനെ രക്ഷിക്കാൻ വേണ്ടി അവൾക്ക് ഇതല്ലാണ്ട് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. നിനക്ക് അത് കുടിക്കാനായിട്ടുള്ള പിന്നെ നിനക്ക് അവളോടൊന്നും ചോദിക്കായിരുന്നില്ലേ, പിന്നെ ഒന്നാമത് നിനക്ക് ഇത്തിരി കട്ട് തിന്നണ പൂച്ചയുടെ സ്വഭാവം കൂടുതലാണ് ചന്ദ്രൻ, നിനക്ക് ഇതിന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ ചന്ദ്രനെ കുറ്റപ്പെടുത്തിയിട്ട് അപ്പോൾ ശ്രുതി പറയാണ്, രേവതി നീ എന്തിനാ കണ്ട മരുന്നൊക്കെ അവന് കൊടുക്കാൻ നിൽക്കണം, അവൻ അവൻ്റെ കുടിയൻ സ്വഭാവം മാറില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്തതിന് നിൽക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി രേവതിനെ കുറ്റപ്പെടുത്തണം, എല്ലാവരും രേവതിനെ കുറ്റപ്പെടുത്തണം. അപ്പോൾ സച്ചി ഈ സമയത്ത് പുറത്തേക്ക് പോയിട്ട് ഉമ്മർത്ത് വന്നിരുന്ന് കരയുമ്പോൾ രേവതി പിന്നാലെ വരികയാണ്. രേവതി പിന്നാലെ വന്നിട്ട് പറയണം, സച്ചേട്ടാ ഞാൻ എല്ലാവരെയും പോലെ നിങ്ങളൊരു വലിയ കുടിയനാവോ എന്ന് പേടിച്ചു, അതുകൊണ്ട് നിങ്ങളതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്, ഇതിൻ്റെ അല്ലാണ്ട് വേറെ ഒരു വഴി എനിക്ക് ഉണ്ടായിരുന്നില്ല സച്ചേട്ടാ, എൻ്റെ മുന്നിൽ വേറൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സച്ചി കരഞ്ഞിട്ട് ചോദിക്കണേ, രേവതി ഞാനൊരു കുടിയനാണെന്നല്ലേ നീയും കരുതിയേക്കണല്ലേ, നിൻ്റെ മനസ്സിലും ഞാനൊരു കുടിയനാണോ രേവതി, നിൻ്റെ മനസ്സിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആൾക്കാർ കുടിച്ച് കിടക്കാറുണ്ട്, അതുപോലത്തെ ഒരു രൂപമാണ് നിൻ്റെ മനസ്സിൽ എനിക്ക് എന്നൊക്കെ വെച്ചിട്ട് സച്ചി പൊട്ടിക്കരയാണ്. അപ്പോൾ രേവതി കരഞ്ഞിട്ട് പറയാണ്, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ, നിങ്ങളിനിപ്പോൾ ഈ വീഡിയോ വൈറലായതിൻ്റെ ദേഷ്യത്തിൽ സങ്കടത്തിൽ നിങ്ങൾ വീണ്ടും കുടിച്ചൊരു കുടിയനാവുമെന്ന് ഞാൻ പേടിച്ചു സച്ചേട്ടാ, അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ മരുന്ന് മേടിക്കാൻ പോയത്, എന്നിട്ട് അമ്മയ്ക്ക് അത്യാസന്ന നിലയുള്ള സമയത്ത് നീ എന്തിനാ ഇവിടുന്ന് പോയി ചോദിക്കുമ്പോൾ ഞാൻ ആ മരുന്നിൻ്റെ എന്താ ചെയ്യാൻ, അമ്മ അത് കുടിച്ചിട്ടുണ്ട്, അതിന് മറുമരുന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ പോയതാന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയണ സത്യമായിട്ട് ദൈവ സത്യമാണ് രേവതി, നീയാണേ ഞാൻ കുടിച്ചിട്ടില്ല, സത്യമായിട്ട് നീയെങ്കിലും എന്നെ വിശ്വസിക്കാൻ വേണ്ടി രേവതിയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരയാണ് സച്ചി. അപ്പോൾ രേവതി ഈശ്വര ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് രേവതിയും ആകെ സങ്കടപ്പെട്ട് സച്ചിയുടെ തലയിൽ കൂടെ വിരലോടിച്ചിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്താണ് ഇന്നത്തെ ചെമ്പന്നിപ്പ് അവസാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ സച്ചിയുടെ കരച്ചിൽ കണ്ടപ്പോൾ സങ്കടമായി കേട്ടോ. അപ്പോൾ ആ ഇതിലാണ് ഇന്നത്തെ ചെമ്പന്നിരിപ്പ് അവസാനിക്കുന്നത്. നാളത്തെ കഥ നാളെ പറയാം. എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്